വെൽക്കം ബാക്ക് ടു കെ റിവ്യൂ ചാനൽ. എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ വീണ്ടും എഗെയിൻ വനിതയിൽ വന്നിരിക്കുകയാണ്. ആലപ്പുഴ ജിംഖാന എന്ന സിനിമ കാണാൻ 2:40 ഷോ സ്ക്രീൻ 1 സിനിമ കണ്ടു കഴിഞ്ഞ് വൈകിട്ട് അഭിപ്രായം വരുന്നതായിരിക്കും. അതുവരെയ്ക്ക് വെയിറ്റ്. അങ്ങനെ ആലപ്പുഴ ജിംഖാന എന്ന സിനിമയും കണ്ട് എത്തി വീട്ടിലേക്ക്. എങ്ങനെയുണ്ടെന്ന് പറയാനാണെങ്കിൽ ഒരു കാര്യം ഞാൻ ഷോറായിട്ട് എടുത്ത് പറയാം. ഇത് വിഷുവിന് കൊണ്ടുപോയി. ഇതാണ് വിഷുവിന് തിയേറ്ററിൽ വിജയിക്കാൻ പോകുന്ന മൂവി. ഇതായിരിക്കും വിഷുവിന് തൂക്കിയതെന്ന് പറയുകയാണെങ്കിൽ പിള്ളേരെ തൂക്കിയെന്ന് വേണമെങ്കിൽ എടുത്ത് പറയാം. കാരണം സിനിമ ഞാനത് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എനിക്ക് സിനിമ എങ്ങനത്തെ അനുഭവം. എനിക്ക് ഒരു കാര്യം പറയാം, തിയേറ്ററിൽ കാണാൻ പറ്റി നല്ല വൈബോടെ വിഷുവിന് ഈ അവധിക്കാലത്ത് ധൈര്യമായിട്ട് പോയി കാണാൻ പറ്റുന്ന ഒരു പ്രത്യേക വൈബ് മൂവിയാണ് ആലപ്പുഴ ജിംഖാന. എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടു. നല്ലൊരു കോമഡി, അത്യാവശ്യം ഫണ്ണ് നിറഞ്ഞ നല്ലൊരു ആദ്യ പകുതി. എന്നാൽ അതിനേക്കാളും സ്പോർട്സുമായിട്ട് കൂടുതൽ കണക്റ്റായി കൊണ്ടുപോകുന്ന, പ്രത്യേകിച്ച് ബോക്സിങ് എന്നൊരു സ്പോർട്സിനായിട്ട് കൂടുതൽ റിലേറ്റ് ചെയ്ത് എന്നാൽ അത്യാവശ്യം നല്ല രീതിയിൽ എൻജോയ് ചെയ്യാനും കൈയടിക്കാനും നിറഞ്ഞ നല്ല ഗംഭീര രണ്ടാം പകുതി. പിന്നെ ലാസ്റ്റ് ക്ലൈമാക്സ് മുന്നത്തെ സീൻ ഒരു കിഡിലെ മൂടൊരു ഫൈറ്റ് ഉണ്ട്. അത് ഞാൻ കൂടുതൽ പറയുന്നില്ല. ഞാൻ മൊത്തത്തിൽ എനിക്ക് പടം എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം പിന്നെ ഈ സിനിമ കണ്ട പലരും വലിയ ഹൈപ്പോടെ പ്രതീക്ഷിച്ച് പോയി കണ്ടതാണ്. ചിലവർക്ക് ചില അഭിപ്രായങ്ങളൊക്കെ വ്യത്യാസം വരിക. പക്ഷേ ഒരു കാര്യം, ഈ പടം വലിയ അമിത പ്രതീക്ഷ കൊടുത്ത് പോകാൻ കണ്ട ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നമ്മൾ ടിക്കറ്റിന് കൊടുത്ത കാശ്, ടിക്കറ്റ് കൊടുത്ത് ഈ സിനിമയ്ക്ക് കയറിയത് ഒരിക്കലും വെറുതെ ആവില്ലെന്ന് പറയാം. പ്രത്യേകിച്ച് ഇത് പിള്ളേർക്ക് ഒരുപാട് തവണ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഫിലിമാണ്. നമ്മളെപ്പോലുള്ള 2K കിഡ്സിനൊക്കെ തിയേറ്ററിൽ പോയി എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു പ്രത്യേകതരം വൈബ് മൂവിയാണ്. അതാണ് ആലപ്പുഴ ജിംഖാന എന്ന സിനിമ. ഈ സിനിമയിൽ എനിക്ക് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും പറയാനായിട്ട് കാര്യങ്ങളുണ്ട്. അത് നെഗറ്റീവായിട്ട് പറയുകയാണെങ്കിൽ ഒരൊറ്റ നെഗറ്റീവ് കാര്യമായിട്ടാണ് എനിക്ക് സിനിമയിൽ പറയാൻ തോന്നിയിട്ടുള്ളൂ. സിനിമയുടെ സ്ക്രിപ്റ്റ് സിനിമയുടെ റിവ്യൂസൊക്കെ ഞാൻ കേട്ടിട്ടാണ് ഞാൻ ടിക്കറ്റ് എടുത്ത് പോയി കണ്ടത്. അത് പറഞ്ഞ പോലെ അനുസരിച്ച് തന്നെയാണ്. സ്ക്രിപ്റ്റ് ചെറിയ വീക്ക് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഒരു അത്ര വലിയൊരു അടിപൊളി ഗംഭീര സ്റ്റോറി ഒന്നുമല്ല. പക്ഷെ അങ്ങനത്തെ തോന്നാത്തൊരു ലെവൽ മേക്കിംഗ് ആണ് ഖാലിദ് റഹ്മാൻ എന്ന സംവിധായകൻ ഇത്തവണ കൊണ്ടുവന്നത്. തല്ലുമാല എന്ന സിനിമയ്ക്ക് ശേഷം ഖാലിദ് റഹ്മാൻ്റെ മറ്റൊരു മികച്ച സംവിധാനം വേണമെങ്കിൽ എടുത്ത് പറയാം. കാരണം അത്ര ഷോട്ടും മേക്കിങ്ങും ടെക്നിക്കൽ സൈഡും ഒക്കെ എല്ലാം ഗംഭീരമായിരുന്നു. മ്യൂസിക്കും BGM ഒക്കെ നൈസായിരുന്നു. വളരെ നൈസായിരുന്നു ചെയ്തിട്ടുണ്ട്. ഈ സിനിമയിൽ പിന്നെ ഈ സിനിമയിലെ നസ്ലേന് കോമഡി ആയിട്ടാണ് ഈ പുള്ളി കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട് പടത്തിൽ. എനിക്ക് പുള്ളി നസ്ലേൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഈ പടത്തിൽ. പിന്നെ ലുക്മാൻ, അദ്ദേഹത്തിന് കിട്ടിയ സ്പേസിൽ ചില സീൻസിൽ പുള്ളി ഒരു തകർത്താടുന്നൊരു സീനുണ്ട്. അത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ലുക്മാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്നാൽ ഏറ്റവും ഗംഭീരം എന്ന് പറയാനാണെങ്കിൽ ഗണപതി. എൻ്റെ പൊന്ന് ബ്രോ, നിങ്ങളുടെ ക്യാരക്ടറിന് ഒരു ഭയങ്കര സൈലൻ്റ് ആയിട്ട് തോന്നിയെങ്കിൽ ചില സീൻസ് തന്ന ഒരു വലിയൊരു ഇമ്പാക്റ്റ് ആയിരുന്നു. നിങ്ങൾ പൊളിച്ചടുക്കി പടത്തിൽ. നിങ്ങളെനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ സിനിമയിൽ. നിങ്ങളെനിക്ക് ഇഷ്ടമായി, ലുക്മാനെ എനിക്കിഷ്ടമായി, നസ്ലേനെ എനിക്കിഷ്ടമായി. പിന്നെ ജിംഖാനയിൽ അഭിനയിച്ച നമ്മൾ പിള്ളേരെല്ലാവരും, ഈ സിനിമയിൽ അഭിനയിച്ച എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിലെ ബോക്സിങ് സീൻസൊക്കെ വളരെ നല്ല രീതിയിൽ, മികച്ച രീതിയിൽ അവതരിപ്പിക്കാൻ സംവിധായകന് സാധിച്ചിട്ടുണ്ട്. മൊത്തത്തിൽ ഈ പടം വിഷുവിന് കൊണ്ടുപോയെന്ന് പറയാം. ഇതാണ് വിഷുവിന് എന്തായാലും തിയേറ്ററിൽ വിജയിക്കാൻ പോകുന്ന മൂവി. പിന്നെ ഇതിൻ്റെ ഒരു കാര്യം പറയുന്നുണ്ട്. ഞാൻ നെഗറ്റീവ് ഒന്നും ഇതിൻ്റെ പോസിറ്റീവ്സായിട്ട് പറഞ്ഞ കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഈ സിനിമയുടെ മേക്കിങ്ങും ടെക്നിക്കൽ സൈഡും മ്യൂസിക്കും BGM പിന്നെ പെർഫോമൻസ് വൈസ് എല്ലാവരും തകർത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് എനിക്ക് മെയിനായിട്ട്
പോസിറ്റീവായിട്ട് പറയാൻ പോകുന്ന കാര്യം. എനിക്ക് നെഗറ്റീവായിട്ട് സ്റ്റോറിയുടെ കാര്യത്തിൽ ചെറിയ വീക്ക് തോന്നുന്ന അല്ലാതെ വേറെ ഒരു കുറവും പടത്തിൽ തോന്നിയിട്ടില്ല. പിന്നെ ആളുകൾ വലിയ അമിത പ്രതീക്ഷ കൊടുക്കാതെ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഈ പടം എൻജോയ് ചെയ്യാൻ പറ്റും. കാരണം സപ്പോസ് നിങ്ങളിത് വലിയ അടി അങ്ങനത്തെ ഒരു മാസ് അങ്ങനെയൊന്നും പ്രതീക്ഷിച്ച് പോയി കണ്ടത്. ഇതൊരു സാധാരണ ഈ സ്പോർട്സ് ഫിലിം ആണെങ്കിൽ കുറേയൊക്കെ നമ്മളൊക്കെ കുറേ കണ്ടിട്ടുള്ള അങ്ങനത്തെ സ്പോർട്സ് തന്നെ, ഒരു മാറ്റവും ഇല്ല അങ്ങനെ തന്നെ. പക്ഷെ ഇവിടെ ചെറിയൊരു പ്രത്യേക രീതിയുണ്ട്. സകല ക്ലീശ തകർത്ത് ഒരു കിഡിലം സ്പോർട്സ് ഡ്രാമ മൂവി എന്ന് പറയാം. ചുരുക്കി പറഞ്ഞാൽ എ ക്ലീശ ബ്രേക്കിംഗ് സ്പോർട്സ് മൂവി. ഇറ്റ്സ് എ പക്ക സ്പോർട്സ് ഡ്രാമ ആൻഡ് കോമഡി എൻ്റർടൈനർ. എനിക്ക് സിനിമ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റി. തിയേറ്ററിൽ തന്നെ പോയി അതും പ്രത്യേകിച്ച് നല്ല വൈബും നല്ല കയ്യടിയും ആംബിയൻസും ഉള്ള നല്ല കിടിലൻ തിയേറ്റേഴ്സിലൊക്കെ പോയി എൻജോയ് ചെയ്ത് കണ്ടാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ലെവൽ അറിയാൻ പറ്റും. അത്രയാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാൻ ഈ സിനിമ വനിതയിലാണ് പോയി കണ്ടത്. വനിതയിലോ പത്മയിലോ ഈ മെയിൻ 2 തിയേറ്റേഴ്സിൽ, അല്ലെങ്കിൽ വേറെ കുറേ നല്ല തിയേറ്റേഴ്സ് ഉണ്ടാവും. കൊച്ചിയിലെ ജി സിനിമാസ്, ഇവിടെയൊക്കെ പോയി കണ്ടാൽ ഉറപ്പായിട്ട് ഇതിന് എക്സ്പീരിയൻസ് ശരിക്കും ലെവൽ അറിയാൻ പറ്റും. അല്ലാതെ ചിലവർ ഈ സിനിമ കാണുകയാണെങ്കിൽ ഒന്നെങ്കിൽ ഈ പറഞ്ഞ വനിതാ പത്മ, അല്ലെങ്കിൽ ജി സിനിമാസ്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തിയേറ്റേഴ്സ്, മാളുകൾ ഒഴിച്ച് വേറെ പല തിയേറ്റേഴ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്ത് പോയി സിനിമ കാണാം. കാരണം അങ്ങനത്തെ ഒരു പ്രത്യേകതര മൂവിയാണ് ഇത്. എന്നാലും നിങ്ങൾക്ക് ശരിക്കും അതിൻ്റെ വൈബ് അറിയാൻ പറ്റും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പടം ആ എക്സ്പീരിയൻസ് ലെവൽ അറിയാൻ കഴിയില്ല. അതുകൊണ്ട് നല്ല കയ്യടിയും ആംബിയൻസുള്ള തിയേറ്ററിൽ പോയി കാണാൻ പറ്റുന്നൊരു പ്രത്യേക ഒരു ഫെസ്റ്റിവൽ മൂഡ് വൈബ് പടമാണ്. പ്രത്യേക വൈബാണ്. ചില സീൻസൊക്കെ നമുക്കൊക്കെ നല്ല കൊടുക്കണം, നല്ല ഇടി എന്ന് പറഞ്ഞാൽ ഒരുമാതിരി കിൻഡലിടി. ചില സീൻസിലൊക്കെ നമുക്ക് നല്ല ഇടി കൊടുക്കണം എന്ന് പറയണം. ആ സീൻ അങ്ങനെ മൂഡ് തോന്നിപ്പിക്കുന്ന ടൈപ്പിലും മറ്റൊരു മൂവി. ഈ കൊല്ലം ഇതിനു മുന്നേ ഇറങ്ങിയ ഒരു സിനിമയുണ്ട്, പെപ്പയുടെ ഇറങ്ങിയ ദാബീദ്. അതും ഇതുപോലെ തന്നെ. പക്ഷെ ലാസ്റ്റത്തെ കാര്യത്തിൽ അവരാ ക്ലീശ ബ്രേക്ക് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ദാവീദിനെക്കാളും കുറച്ചുകൂടി എനിക്ക് ഭയങ്കര കണക്ട് ആയത് മൂവി തന്നെ. ഇതാണൊരു പ്രത്യേക വൈബ് പടം. അത്രേ ഉള്ളൂ. ആലപ്പുഴ ജിംഖാന സിനിമയ്ക്ക് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് 5/4. അപ്പോൾ ഈ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ താഴെ നിങ്ങളുടെ കമൻറ്റായി രേഖപ്പെടുത്താം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ അവസാനിപ്പിക്കുന്ന മുന്നേ ഇന്നലെ ഞാൻ ബസൂക്ക കണ്ടിട്ടുണ്ടായിരുന്നു. ബസൂക്കൻ്റെ റിവ്യൂ വീഡിയോ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഒപ്പം താഴെ ഇടുന്നതായിരിക്കും. അപ്പോൾ നാളെ ഞാൻ ഗുഡ് ബൈ ഡേയിലേക്ക് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് 12:40 ഷോക്ക്. അപ്പോൾ അടുത്തൊരു വീഡിയോയ്ക്ക് വരാം. അതുവരേക്കും സുലാം.